നമസ്കാരം. ഫുൾഫിൽമെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായിട്ടുണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനത്. അതിനുള്ള കാരണം കുറച്ച് തോട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം വോയിസ് വളരെയധികം സ്ട്രെയിൻ ചെയ്ത് പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ആദ്യം തന്നെ അതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂളായ ദി എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഭാഗമാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കതിനകത്ത് പഠിക്കേണ്ടത്? ഓരോ 4 സ്റ്റേജസുകളും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദി എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അഥവാ സഹകരണ തത്വങ്ങളുടെ പരിണാമം. ദ വേർഡ് principle is derived from the Latin word principium means the basis. അതായത് അടിസ്ഥാനം എന്നർത്ഥമുള്ള പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് തത്വം എന്ന പദം ഉരുത്തിരിഞ്ഞത്. സഹകരണ പ്രസ്ഥാനത്തിലെ സ്ഥാപക പിതാക്കന്മാർ ചില കൃത്യമായ തത്വങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാവി തന്നെ വികസനത്തിന് വഴിയൊരുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഈ വളർച്ച സഹകരണ സ്ഥാപനത്തിൻ്റെ വിജയത്തിലേക്കും തത്വങ്ങളുടെ ശരിയായ പ്രയോഗത്തെ ആശ്രയിച്ചിരുന്നു. അപ്പം ഒരു വികസനം അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാവണം, സഹകരണ സ്ഥാപനത്തിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ അടിസ്ഥാനമായിട്ടും ഉണ്ടാകേണ്ടത് അവിടുത്തെ തത്വങ്ങളാണ്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനം എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഒരു വളർച്ചയിലെത്തും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ DJ കാർവ് പ്രൊഫസർ പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈസ് ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്റ്റിംഗ് ദ കോപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വിച്ച് ഈസ് ഇൻഹെറൻറ്റ് ആൻഡ് ഇൻഡിവിസിബിൾ കോർഡിനേറ്റിംഗ് ഓഫ് ഐഡിയ ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. പ്രൊഫസർ DGയുടെ അഭിപ്രായത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെയും അല്ലെങ്കിൽ ലക്ഷ്യത്തിൻ്റെ അന്തർലീനവും ഒഴിച്ചുകൂടാനാവാത്തതുമായ സഹകരണ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു മാർഗമാണ് കാർവ് സഹകരണ തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കാം. സഹകരണം സംഭരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാന നിയമങ്ങളുമാണ് സഹകരണ തത്വങ്ങളെന്ന് പറയുന്നത്. ലോകത്ത് സമ്പന്നന്മാരെന്നോ ദരിദ്രന്മാരും തമ്മിലുള്ള അസമത്വത്തിന് വൻതോതിൽ വളർച്ചയിലും സമനില നിർത്താൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് സാധിച്ചു. ഇതിനൊരു പരിഹാരമായിട്ടാണ് സാമൂഹ്യവും സാംസ്കാരികവും പാരിസ്ഥിതികവും രാഷ്ട്രീയ പ്രഖ്യാതങ്ങൾ ഉണ്ടാകുന്നതിനൊരു പ്രശ്നം. 1860 റോച്ച്യാർഡ് പൈനേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യമായിട്ട് വികസിപ്പിച്ച സഹകരണ തത്വങ്ങൾ പിന്നീട് 1937 IC ആയിട്ട് മാറ്റി. പിന്നീട് 1966 1995 തിരുത്തലുകൾ വരുത്തുകയും ചെയ്തു. സഹകരണ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നൊരു ഡെഫിനിഷൻ ജോർജ് ഡാവിഡിങ്ങിനെ പറയുന്നുണ്ട്. എന്താണ്? ദേ ആർ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഈസ് ഗവേൺ ദ ലൈഫ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതായത് സഹകരണ സംഘങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളാണ് അവയെന്നാണ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ആര് പറയുന്നത്? ജോർജ് ഡേവിങ്ങിങ് പറയുന്നത്. തത്വവികസനിപ്പിച്ചെടുത്തതിൽ 4 വ്യത്യസ്തമായ ഘടകങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോച്ച്യാർഡ് പ്രിൻസിപ്പിൾ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ICA പ്രിൻസിപ്പിൾ, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ICA കാർവ് പ്രിൻസിപ്പിൾസും, ഫോർത്താണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ICA 1955 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജായ റോച്ച്യാർഡ് ഇക്വിറ്റൽ പൈനേഴ്സ് സൊസൈറ്റി. First cooperative society come into the force 1716 was set up in വൂൾവിക് ആൻഡ് ചാൾട്ടൺ. അതായത് വൂൾവിക്കിൻ്റെയും ചാൾട്ടൻ്റെയും ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി 1760 വരികയും അത് വലിയ സക്സസ്സിലോട്ട് എത്തിച്ചേരാതെ 1844 അതായത് ഡിസംബർ 21 1844 28 ഫൈനൽ വേവേഴ്സ് ചേർന്നൊരു ഇംഗ്ലണ്ടിലൊരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപപ്പെട്ടു. അതിനുശേഷം ചില ബേസിക് പ്രിൻസിപ്പിൾസോടുകൂടി 1860 ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ്. അതിനാണ് ഒന്നാമത്തതാണ് ഡെമോക്രാറ്റിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ്
അപ്പം മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ബൈ ദ ഡെമോക്രാറ്റിക്കലി. അതായത് സഹകരണ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യപരമായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട ബോഡി സമൂഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നവരായിരിക്കണം. ഓപ്പൺ മെമ്പർഷിപ്പ് സൊസൈറ്റീസ് എന്നുണ്ട്. അതായത് ഓപ്പൺ മെമ്പർഷിപ്പ് സൊസൈറ്റിയുടെ അംഗത്വം എല്ലാ അംഗങ്ങൾക്കും ലഭ്യമാണ്. അവരുടെ സേവനം ആവശ്യമുള്ള മേഖല അംഗത്വം നേടിയെടുക്കുക. അതുപോലെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, അതായത് ഓഹരി മൂലധനത്തിൻ്റെ പരമാവധിയായ പലിശ, അതായത് നൽകിയ മൂലധനത്തിൻ്റെ പലിശ നമ്മൾ പരമാവധി നമുക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത് എത്തുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി പ്രിൻസിപ്പിൾസും കൂടെ നമുക്ക് നോക്കാം. പാട്രോളജിക്കൽ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാട്രോളജിക്കൽ ഡിവിഡൻറ്റ് ലാഭവിഹിതം സംരക്ഷിക്കുക എന്നാണ്. അതായത് ഡിവിഡൻറ്റിൻ്റെ വിതരണം തുല്യമായ രീതിയിലും അതിലൂടെ ഉയർന്ന മൂലധന സംഭാവനകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ. അതായത് ആർക്കും പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും ലഭിക്കത്തില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ. ഇപ്പം ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവന്ന വ്യക്തിക്ക് ഞാൻ കൂടുതൽ ഡിവിഡൻറ്റ് കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വലി എന്ത് ചെയ്യുന്നു, കൺസെൻട്രേഷൻ ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത് പാട്രോളജിക്കൽ ഡിവിഡൻറ്റ്. ഇനി എന്താണ് ക്യാഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ക്യാഷ് സെയിൽസിൻ്റെ തത്വം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്. അതായത് അവർ കർശനമായി പാലിക്കുകയും അതിനുശേഷം ക്രെഡിറ്റ് വിൽപ്പന നയം കാരണം ആരംഭിച്ച പല സ്റ്റോറുകൾ പൂർണ്ണമായി നശിക്കുകയുണ്ടായി എന്ന് മനസ്സിലാക്കുകയും അവരെന്ത് ചെയ്തു, ക്യാഷ് ട്രേഡിംഗ് എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറുന്ന ഒരിതാണ് ഏത് പ്രിൻസിപ്പിള് ക്യാഷ് ട്രേഡിങ്. അത് പൈനേഴ്സ് അഡോപ്റ്റ് ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് പൊളിറ്റിക്കൽ ആൻഡ് റീജിയണൽ ന്യൂറാലിറ്റി എന്ന് പറയുന്നത്. രാഷ്ട്രീയവും മതപരവുമായ നിശബ്ദത. അതായത് പൈനേഴ്സ് രാഷ്ട്രീയവും മതപരമായ കാര്യങ്ങൾ നിഷ്പക്ഷത പാലിക്കണമായിരുന്നു. സമൂഹം ഏതെങ്കിലും മതപരമോ രാഷ്ട്രീയവുമായ നേതൃത്വങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ലായിരുന്നു. അതാണ് ഇന്ന് പൊളിറ്റിക്കൽ ആൻഡ് റീജിയണൽ ന്യൂറാലിറ്റി. ഇനി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പൈനേഴ്സ് ഈസ് ഡിസൈഡഡ് ടു സ്പെൻഡ് എ പോർഷൻസ് ഓഫ് ദെയർ സപ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ദെയർ മെമ്പേഴ്സ്. പൈനേഴ്സ് തങ്ങളുടെ അംഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി മികച്ചതിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും 7 പ്രിൻസിപ്പിൾസാണ് ആദ്യത്തെ സ്റ്റേജസുകളിൽ ഉള്ളത്. പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റേജാണ് റോച്ചർഡ് ടോൾ പൈനേഴ്സ് സൊസൈറ്റിയുടെ 7 പ്രിൻസിപ്പിൾസ്. മനസ്സിലായോ? ഇനി അടുത്ത ഒരു സെക്കൻഡ് സ്റ്റേജസ് ആണ് റീഫോർമുലേറ്റിംഗ് പ്രിൻസിപ്പിൾസ് ബൈ IC, അതായത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലവൻസ്. 1934 ICയുടെ ലണ്ടൻ കോൺഗ്രസ് സഹകരണത്തിൻ്റെ തത്വങ്ങൾ പരിശോധിക്കുന്നതിനും രൂപപ്പെടുന്നതിനുമായ ഒരു പ്രത്യേക സമിതി നിയമിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. റോച്ചയാർഡ് പ്രസ്താവന തത്വങ്ങൾ വർത്തമാനകാലത്ത് അതിൻ്റെ പ്രശസ്തിയും ആചാരണങ്ങളും അവർ വിലയിരുത്തിക്കൊണ്ട് ഒടുവിൽ അവർ 1937 എന്ത് ചെയ്തു, റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് കമ്മിറ്റിയിൽ റോച്ചയാർഡിൻ്റെ തത്വങ്ങൾ 2 വിഭാഗമായിട്ട് അവർ തരംതിരിച്ചു. ഒന്ന് എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യലും. ആവശ്യ തത്വങ്ങൾ അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ അല്ലെങ്കിൽ അല്ലാത്ത തത്വങ്ങൾ. ആവശ്യ തത്വങ്ങൾ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും 1937 കമ്മിറ്റി ഇവയൊക്കെയാണ് സഹകരണ പ്രവർത്തനത്തിൻ്റെ പ്രധാന ആവശ്യ ഘടകങ്ങൾ, അതായത് എസെൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക്കൽ മാനേജ്മെൻറ്റ്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സപ്രസ്. നോൺ എസെൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 3 റീജിയൻസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂറാലിറ്റി, ക്യാഷ് ട്രേഡിങ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള റീഫോർമുലേറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് IC 1937 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതോടുകൂടിയുള്ള ഒരു പ്രിൻസിപ്പിൾസ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 3ാമത്തെ സ്റ്റേജിലൂടെ നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ തത്വങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് കാർവ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. 1964 ഒക്ടോബറിൽ സെൻട്രൽ കമ്മിറ്റി ഓഫ് IC എന്ത് ചെയ്യുന്നു, ഒരു കമ്മീഷനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. ആ കമ്മീഷന് ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. ആളുടെ പേര് DJ കാർവ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു DJ കാർവായിരുന്നു. അദ്ദേഹം ഇതിൻ്റെ റീഡിഫൈൻ ചെയ്തു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്. അപ്പം ഈ കമ്മിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1966 വീനൻ കോൺഗ്രസ്സിൽ ഓസ്ട്രേലിയയിലൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പം ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്നായിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പിൾ. തുറന്നതും സ്വമേധയെ ഉള്ളതുമായ അംഗത്വം എന്നതാണ് അതിൻ്റെ മലയാള അർത്ഥം.
അപ്പോൾ ഒരു സഹകരണ സംഘത്തിൽ അംഗങ്ങൾ അതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുമായിട്ട് നല്ല തുറന്നൊരു സാഹചര്യത്തിൽ ആയിരിക്കണം. അതായത് ജാതിയെന്നോ മതമെന്നോ അല്ലെങ്കിൽ ലിംഗമെന്നോ രാഷ്ട്രീയമെന്നോ എന്നുള്ള ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുമയോടുകൂടി ആയിരിക്കണം നിൽക്കണം എന്നതാണ് ആദ്യത്തെ തത്വം. രണ്ടാമത് ഡെമോക്രാറ്റിക്കൽ മാനേജ്മെൻറ്റ്, ജനാധിപത്യപരമായ നിയന്ത്രണത്തിൽ തത്വം അനുസരിച്ചായിരിക്കണം. അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ബോഡിയുടെ മാനേജ്മെൻറ്റ് ബോർഡാണ്. അടുത്തൊരു പ്രിൻസിപ്പിളാണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഓഹരി മൂലധനത്തിൻ്റെ പരമാവധിയായൊരു പലിശ, അത് പരിമിതമായൊരു പലിശ കാണും അല്ലേ. ആവശ്യമായ തുക ശേഖരിക്കുന്നതിനും സൊസൈറ്റിയുടെ പലിശ നൽകാനായി ബാധ്യസ്ഥരാണ് അല്ലേ. എന്ത് പലിശ നൽകിയാലും പരമാവധി നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്കെയിലുണ്ടായിരിക്കും. ആ സ്കെയിലനുസരിച്ച് മാത്രമേ ആയിരിക്കും നമുക്ക് എന്ത് പലിശ കൊടുത്താൽ മതിയാവും. അടുത്തതാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ പറയുന്നത്, ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന മിച്ചം അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന സമ്പാദ്യം അത് ആ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് പറയുന്ന മെയിൻ 3 പോയിൻറ്റ്സ്: പ്രൊവിഷൻസ് ഈസ് മെയ്ഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി, അതായത് സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഈസ് മെയ്ഡ് ഫോർ ദ കോമൺ സർവീസ്, അതായത് പൊതുസേവനങ്ങൾക്ക് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്, സം ഓഫ് ദ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് അലോങ് ദ മെമ്പേഴ്സ് ഓൺ ഇക്വിറ്റബിൾ ബേസിസ്, അതായത് മിച്ചമുള്ള ചിലത് തുല്യമായ അടിസ്ഥാനത്തിൽ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആണ് 4 പ്രിൻസിപ്പിൾസുകൾ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻസ്. അതായത് സമൂഹത്തിൻ്റെ പുരോഗതിയും അതിലെ അംഗങ്ങൾക്കും അതിൻ്റേതായ കാര്യങ്ങൾ എങ്ങനെ സജീവമായി പങ്കെടുക്കാൻ കഴിയുമെന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് കൊണ്ടുവരികയും ആ പ്രിൻസിപ്പിളിൻ്റെ പേരെന്താണ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേഷൻ എമംഗ് ദ കോപ്പറേറ്റീവ്സ് അറിയപ്പെടുന്നു. അതായത് കോപ്പറേഷൻ എമംഗ് ദ കോപ്പറേറ്റീവ്സ് എന്ന് സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം, വളർച്ചയുടെ തത്വം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. 1966 കമ്മീഷനിലൂടെയാണ് ഏതൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്തായ കോപ്പറേഷൻ എമംഗ് ദ കോപ്പറേറ്റീവ്സ്. അതുമാത്രമല്ല കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആക്റ്റീവായിട്ട് എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഊന്നൽ നൽകിയിട്ടുണ്ട്. ലോക്കലായിട്ടും നേഷനായിട്ടും ഇൻ്റർനാഷണൽ ലെവൽസിലേക്ക് എത്തുന്ന രീതിയിൽ ഈ പ്രിൻസിപ്പിൾസ് സഹായിച്ചു എന്നുള്ളത് ഓർത്തിത് 6th പ്രിൻസിപ്പിൾസ് ഓഫ് കാർവ് പ്രിൻസിപ്പിൾ എന്നും കൂടെ അറിയപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു 3 സ്റ്റേജസ് ഓഫ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് 4ാമത്തെ സ്റ്റേജും ഫൈനൽ സ്റ്റേജുമായ ഐസിയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1995 ഐസിയുടെ സഹകരണ തത്വങ്ങളിലെ 4ാം ഘട്ടത്തിൽ എന്ന ഒരു പ്രിൻസിപ്പിൾസ് അവസാനമായിട്ടുണ്ടാകുകയും ചെയ്തു. സഹകരണ മൂല്യങ്ങളിൽ ഒരു ഗുരുതര വീഴ്ചകൾ സംഭവിക്കുന്നതായിട്ട് സഹകാരികൾ മനസ്സിലായി, അതായത് കോപ്പറേറ്റീവ്സിന് മനസ്സിലാക്കുകയും തുടർന്ന് 1992 നടന്ന ഐസിയുടെ ടോക്കിയോ കോൺഗ്രസ്സിലാണിത് പ്രതിധ്വനിക്കുകയും ചെയ്തു. അതിനാൽ 1996 ഭേദഗതി വരുത്തി നിലവിൽ ഐസിയെ തത്വങ്ങൾ അവലോകനം ചെയ്യാനും സാധ്യമായ മാറ്റത്തിനും നിർദ്ദേശങ്ങൾ നൽകാനും ഐസി എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടപടികൾ ആരംഭിക്കണമെന്ന് ടോക്കിയോ കോൺഗ്രസ് ശുപാർശ ചെയ്തു. സഹകരണ തത്വങ്ങളുടെ അവലോകനം ഏകോപിപ്പിക്കാൻ ഐസിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡോക്ടർ ഇവാൻ മാക്സ്വേഴ്സിനോട് അദ്ദേഹം കാനഡയിലുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും 1994 സഹകരണ എക്സിക്യൂട്ടീവിലെ ഐഡൻറ്റിറ്റി എന്നൊരു പ്രസ്താവന ഉൾപ്പെട്ടൊരു കരട് അദ്ദേഹം സമർപ്പിക്കുകയും 1995 സെപ്റ്റംബർ 23 സെഞ്ച്വറി ഹാൾ ഓഫ് മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഐസിയെ ജനറൽ അസംബ്ലിക്ക് ഒരു ശുപാർശ ചെയ്തു. അങ്ങനെയാണ് ഒരു പുതിയ സഹകരണ തത്വങ്ങൾ അംഗീകരിക്കുകയും ഈ റിപ്പോർട്ടാണ് 7 തത്വങ്ങളായിട്ട് നമ്മളിലേക്ക് എത്തപ്പെടുകയും ചെയ്തത്. അതിൽ 1ാമത്തെ പ്രിൻസിപ്പിളാണ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് സ്വമേധയാ ഉള്ളതും തുറന്നതുമായ അംഗത്വം എന്നാണ് ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത്. അതായത് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, സഹകരണ സ്ഥാപനങ്ങൾ ഒരു സന്നദ്ധ സംഘടനകളാണ് അല്ലേ. എല്ലാ വ്യക്തികളും അവരുടെ സേവനങ്ങളും ഉപയോഗിക്കാനും കഴിവുകളും അംഗത്വം ഉത്തരവാദിത്തങ്ങളും
ഒരു ഡിസ്ക്രിമിനേഷൻ ലിംഗഭേദമോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അല്ല വംശങ്ങളുടെ ഒരു രാഷ്ട്രീയമോ മതപരമായിട്ടുള്ള ഒരു വിവേചനങ്ങളും ഇല്ലാതെ സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ ആദ്യത്തെ പ്രിൻസിപ്പിൾസ്. ഡെമോക്രാറ്റിക്കൽ മെമ്പർ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്രാറ്റിക്കലി മാനേജ്മെൻ്റ് ആയിരിക്കണം ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 man 1 vote എന്നുള്ള രീതിയിലായിരിക്കണം. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കണം? അത് എക്കണോമിക് ബെനിഫിറ്റ്സോട് കൂടിയുള്ള കോപ്പറേറ്റീവിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിലൂടെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റും പോസിബിലിറ്റിയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സ്വയംഭരണം സ്വാതന്ത്ര്യം എന്നാണ്. സഹകരണ സ്ഥാപനങ്ങൾ ഭരണാധികാരമുള്ളതും അവരുടെ അംഗങ്ങൾ നിയന്ത്രിക്കുന്ന സ്വയം സഹകരണ സംഘടനകളാണ്. ഗവൺമെൻറ് ഉൾപ്പെടെ മറ്റുള്ള ഓർഗനൈസേഷൻ അവർ കരാറുകൾ ഏർപ്പെടുകയും അല്ലെങ്കിൽ ബാഹ്യമായ സ്രോതസ്സുകളിൽ നിന്ന് മൂലധനം സംഗ്രഹിക്കുകയും ചെയ്താൽ അവരുടെ അംഗങ്ങളുടെ ജനാധിപത്യം നിയന്ത്രിക്കുവാനും ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും. അതാണ് എന്തെന്ന് പറയുക ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, പരിശീലനം, വിഭാഗങ്ങളും. റോച്ചാർഡ് പൈനേഴ്സിൻ്റെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും അതിന് ശക്തമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അതിൻ്റെ ഫലമായി 1853 മിച്ചത്തിൻ്റെ 2.5% വിദ്യാഭ്യാസത്തെ നീക്കിവെച്ചിരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. വിദ്യാഭ്യാസത്തിൽ നിലനിൽപ്പാണ് ഓരോ സ്ഥാപനവും നിലനിൽക്കുന്നതെന്ന്, സഹകരണ സ്ഥാപനം നിലനിൽക്കുവാനായിട്ട് ശക്തിയെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അതുപോലെ പൈനേഴ്സിനെ കോപ്പറേറ്റർ എന്ന് പറയുന്ന 1830 ഡോക്ടർ വില്യം കിൻസൺ ഒരു ബുക്ക് ദറിങ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട് പ്രധാനമായിട്ടും ഉള്ളത്. ഓൾറെഡി നമ്മൾ കോർപ്പറേഷൻ ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്തിലെ കാർവ് കമ്മിറ്റിയുടെ ഒരു പ്രിൻസിപ്പിളാണ് 1966 കൂടി കൊണ്ടുവന്ന ഒരു പുതിയ പ്രിൻസിപ്പിളാണെന്ന് ഓൾറെഡി നമ്മൾ പഠിക്കുകയുണ്ടായി. അതേ സെയിം കണ്ടൻറ്റ് തന്നെയാണ് ഇതിനകത്ത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് എന്നാണ് ഈ പ്രിൻസിപ്പിൾസിനെ അറിയപ്പെടുന്നത്. ആദ്യത്തെ ലാസ്റ്റാണ് കൺസേൺ ഫോർ ദി കമ്മോഡിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിലെ ലാസ്റ്റ് ഫൈനലിലെ ഒരു പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താണെന്ന് നോക്കാം. കൺസേൺ ഫോർ കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടി എന്ത് വേണം, ഒരു എക്കണോമിക്കലി സോഷ്യൽ ആൻഡ് കൾച്ചർ അനുസരിച്ച് വേണം കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കപ്പെടേണ്ടതെന്നും. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയൊരു പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ 1995 7th പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താ? കൺസേൺ ഫോർ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം 6th പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കാർവിന് പുതിയൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. അതായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് അല്ലേ. അപ്പം എന്താണ്? ദ self-help and the responsibilities and ethical value of the honesty and openness, social responsibility and caring for others എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സത്യസന്ധവും തുറന്ന മനസ്സും സാമൂഹ്യ ഉത്തരവാദിത്വവും മറ്റുള്ളവരോടുള്ള കരുതൽ എന്നിവയുള്ള ധാർമ്മിക മൂല്യത്തോടു കൂടി ആയിരിക്കണം സഹകരണ സംഘം പ്രവർത്തിക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. താങ്ക് യു.